ഹലോ ഫ്രണ്ട്സ്, ഞാൻ ആക്ച്വലി ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഒരു മേക്കപ്പ് ട്യൂട്ടോറിയൽ എന്നൊന്നും പറയാൻ പറ്റത്തില്ല, ജസ്റ്റ് ഞാൻ റെഡി ആവുന്നത് എങ്ങനെയാണെന്നുള്ളത് മാത്രമേ കാണിച്ചിട്ടുള്ളൂ കേട്ടോ. ഇതിനകത്തിപ്പോൾ ഞാൻ ഫസ്റ്റ് ഒരു സെറ്റാഫിൽ യൂസ് ചെയ്തിട്ട് ക്ലെൻസറാണ്, സെറ്റാഫിലിൻ്റെ ക്ലെൻസർ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഫേസ് ക്ലീൻ ചെയ്യാണ്. ടവൽ വെച്ചിട്ടൊന്ന് തുടച്ചു വിട്ടു. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ ഒരു കൊറിയൻ പ്രൊഡക്റ്റാണ്. ബ്യൂട്ടി ഓഫ് ജോസിയോ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയുടെ സംഭവമാണ്. കൊറിയനാണെന്ന് അവർ പറയുന്നു. എനിവേസ് ഞാൻ ജസ്റ്റ് ഫേസിലും നെക്കിലൊക്കെ ഒന്ന് സംഭവം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് പകുതി പോയെന്ന് തോന്നുന്നു, സാരമില്ല. ഒന്ന് അപ്ലൈ ചെയ്യുക ഫേസിലും നെക്കിലും ഒക്കെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് BB ക്രീം അപ്ലൈ ചെയ്യാം. ഇത് കഴിഞ്ഞിട്ടൊരു ആക്ച്വലി ഈ കൊറിയൻ പ്രൊഡക്റ്റ് ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല, അത് ഇടുമ്പോൾ തന്നെ നമുക്ക് കുറച്ചൊരു ഫേസിന് ഗ്ലോ ഒക്കെ കിട്ടും. സോ ഫൗണ്ടേഷൻ ഒരുപാട് വാരി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. എന്നാലും ഞാൻ ഫൗണ്ടേഷൻ അത്യാവശ്യം ഇട്ടായിരുന്നു. ഇത് ആക്ച്വലി ഞാൻ എൻ്റെ വീട്ടിൽ പോകുന്നതാണ്. ഞാനിപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണുള്ളത്. അപ്പോൾ വലിയ മേക്കപ്പിൻ്റെ ആവശ്യമില്ല, എന്നാലും ഒരു ലൈറ്റ് മേക്കപ്പ് വേണമല്ലോ, നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതല്ലേ. എനിവേസ് ഞാൻ ജസ്റ്റ് ഫേസിലെല്ലാം കുറച്ചെന്ന് പറഞ്ഞിട്ട് ഗ്രാൻഡായിട്ട് ഇട്ടല്ലേ. എനിവേസ് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തു. കഴുത്തിലും ഫേസിലിടുന്ന എല്ലാം നെക്കിലും കൂടെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഓർത്തേക്കണം കേട്ടോ, അല്ലെങ്കിൽ രണ്ടും ഫേസും നെക്കും രണ്ട് കളറിലിരിക്കും. സോ ഇത് സെബാമെഡിൻ്റെ ലിപ് ബാമാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. നൈസ് ലിപ് ബാമാണ് ആക്ച്വലി. ഒരു ടിൻറ്റ് ലൈക്ക് ചെറിയൊരു കളറും നമുക്കതിനകത്ത് അപ്ലൈ ചെയ്ത് കഴിയുമ്പം ലിപ്പിലുണ്ട്. സോ കൊള്ളാവുന്നൊരു സംഭവമാണ്. പിന്നെ ഇതിൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് സംഭവങ്ങളിലൊന്നാണ് മേബിലിൻ്റെ ലിപ്പി ഷെയ്ഡാണിത്. നമ്പർ 10 ലിപ്പി ഷെയ്ഡാണ് സംഭവം. ഭയങ്കര അടിപൊളിയാണ്. എനിക്ക് നന്നായിട്ട് ചേരുന്ന ഒരു ലിപ് ബാം, ലിപ്സ്റ്റിക്കായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ നിങ്ങൾ പറയാൻ എങ്ങനെയുണ്ടെന്ന്? അത്യാവശ്യം കുഴപ്പമില്ലല്ലോ. ഇത് കാജൽ, ആക്ച്വലി മേബിലിൻ്റെ കാജലാണ്. എനിക്കത് അത്ര ഇഷ്ടമായില്ല സത്യം പറഞ്ഞാൽ. ഇത് നന്നായിട്ട് സ്പ്രെഡാവും ആക്ച്വലി. എൻ്റെ കയ്യിൽ വേറെ ഒന്നുമില്ല, ഈ ഒരൊറ്റ ഇതേ ഉള്ളൂ കാജൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് വെച്ച് തന്നെ അതിനെ യൂസ് ചെയ്യുന്നത്. സോ നിങ്ങളുടെ കയ്യിൽ വേറെ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്തോളാം. ഇത് അത്ര എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവമല്ല കേട്ടോ. ഒരു 1 hour കഴിയുമ്പോഴത്തേക്കും തന്നെ കണ്ണിൻ്റെ ഏരിയയിൽ ജസ്റ്റ് സ്പ്രെഡായി തുടങ്ങും. സോ എനിക്കത് വലിയ ഇഷ്ടമില്ല. ഇത് റെവല്യൂഷൻ്റെ ഒരു ബ്ലഷാണ്. ഇത് ആക്ച്വലി ഞാൻ ഇവിടെ നിന്ന് വാങ്ങിയതല്ല, ഞാനിത് അയർലൻഡിൽ നിന്ന് വാങ്ങിയതാണ്. ഞാൻ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. സോ അവിടെ നിന്ന് വാങ്ങിയൊരു സംഭവമാണ്. നല്ല പൈസ കൊടുത്ത് വാങ്ങിയതാണ്, പക്ഷേ വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. അത്യാവശ്യം കൊടുത്തു എന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷേ സംഭവം വലിയ ഗുണമൊന്നും ഉണ്ടായില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഇങ്ങനെ ഇടുമ്പോൾ നല്ല കളർഫുള്ളായിട്ട് ഇരിക്കുമെങ്കിലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ കളർ ഷെയ്ഡൊക്കെ ഭയങ്കരമായിട്ട് മങ്ങും. അപ്ലൈ ചെയ്തൊന്നും കൂടെ തോന്നത്തില്ല. സോ അത് ഞാൻ എൻ്റെ കയ്യിൽ വേറെ ഇല്ല, ഈ ഒരെണ്ണേ ഉള്ളൂ, അതുകൊണ്ട് ജസ്റ്റ് ഇടുന്നതേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിൽ വേറെ എന്തെങ്കിലും ബ്രാൻഡ് ഉണ്ടെങ്കിൽ വാങ്ങി യൂസ് ചെയ്തോളാം കേട്ടോ. ഈ ബ്രാൻഡ് യൂസ് ചെയ്യാൻ നിൽക്കണ്ട. ഇതിവിടെ അവൈലബിൾ ആണോന്നും എനിക്കറിയത്തില്ല കേട്ടോ. എനിവേസ്, ഇപ്പോൾ ജോക്കറിനെ പോലെ ഉണ്ടോ ഫേസിലൊക്കെ. ഇതൊരു നൈസ് കുർത്തിയാണ്. ടോപ്പും പാൻറ്റും ഞാൻ ട്രെൻഡ്സിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് എക്സ്ട്രാ സ്മോൾ സൈസാണ്, അല്ല സ്മോൾ സൈസായിരുന്നു. നല്ല ഭംഗിയില്ലേ, വലിയ എമൗണ്ടും ആയിട്ടില്ല. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു വാങ്ങി കഴിഞ്ഞിട്ട്. സോ ഓൾമോസ്റ്റ് നമ്മൾ റെഡിയാണ്. ജസ്റ്റ് ഇനിയൊന്ന് ഹെയറും കൂടെ ചെയ്താൽ റെഡി ടു ഗോ. സോ എങ്ങനെയുണ്ട്? കുറച്ച് കളർ കൂടിപ്പോയെങ്കിലേ ഉള്ളൂ.